കേരളത്തിലെ കുട്ടികൾക്ക് ഇതെന്താണ് സംഭവിക്കുന്നത്? കത്തിയും മാരകായുധങ്ങളുമായി ഭീതി പരത്തുന്ന കൗമാരക്കാർ. കോട്ടയം പാലായിൽ 9ാം ക്ലാസ്സുകാരനെ ഉപദ്രവിച്ച് നഗ്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് സഹപാഠികളാണ്. സഹപാഠികൾ ബലം പ്രയോഗിച്ച് നഗ്നനാക്കിയ ശേഷം വീഡിയോ പകർത്തി പ്രചരിപ്പിച്ചുവെന്നാണ് പിതാവിൻ്റെ പരാതി. സംഭവം വാർത്തയായതോടെ മന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വെള്ളിയാഴ്ച നടന്ന ഹീനകൃത്യത്തിൻ്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പാലാ പോലീസ് കുട്ടിയുടെ മൊഴിയെടുക്കും. സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടോ എന്നും അന്വേഷിക്കണം. പാലാ സെന്റ് തോമസ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് ക്ലാസ്സിലുള്ള മറ്റു വിദ്യാർത്ഥികൾ ചേർന്ന് ഉപദ്രവിച്ചത്. ഈ മാസം 10-നായിരുന്നു സംഭവം. വിദ്യാർത്ഥിയെ ബലമായി പിടിച്ചുവെച്ച ശേഷം വസ്ത്രങ്ങൾ ഊരിമാറ്റുകയായിരുന്നു. വിദ്യാർത്ഥിയുടെ വസ്ത്രം ഊരിമാറ്റുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്തു. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വിദ്യാർത്ഥിയുടെ അച്ഛൻ പാലാ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. സെന്റ് തോമസ് സ്കൂളിൽ 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന എൻ്റെ മകനെ കൂടെ പഠിക്കുന്ന സഹപാഠികൾ മാനസികമായിട്ട് പീഡിപ്പിക്കുകയും റാഗ് ചെയ്യുകയും ആ വീഡിയോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു തവണയല്ല, പല തവണയും ഇത് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഒരു സുരക്ഷിതത്വമില്ല. സാറന്മാർ ഇത് അറിയുന്നില്ല. അവരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ കാണാം, ഒരു തവണയല്ല പല തവണയത് കൂടത്തിൽ പഠിക്കുന്ന പിള്ളേർ തന്നെ ഈ വീഡിയോ എടുത്ത് മൊബൈൽ സ്കൂളിൽ കൊണ്ടുവന്നാൽ വീഡിയോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഇതിനെതിരെ നടപടി സ്വീകരിക്കണം. സഹപാഠികളായ 7 പേർ ചേർന്നാണ് വിദ്യാർത്ഥിയെ ഉപദ്രവിച്ചതെന്നാണ് പിതാവ് ആരോപിക്കുന്നത്. സംഭവത്തിൽ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് വേണ്ട ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നും പിതാവ് ആരോപിച്ചു. സെന്റ് തോമസ് സ്കൂളിൽ നിന്ന് ഒരു പിള്ളേർക്ക് സുരക്ഷിതമില്ലാത്ത രീതിയിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് ഞങ്ങൾ ഈ പിള്ളേരെ സ്കൂളിലേക്ക് വിടേണ്ടത്? വീട്ടിലിരിക്കുന്ന കാരണന്മാർ ഓരോ പണിയെടുത്തിട്ട് ജീവിക്കുന്ന ആൾക്കാർ എന്ത് വിശ്വാസത്തിന്റെ പുറത്തിട്ട് ആരെ വിശ്വസിച്ച് പിള്ളേരെ സ്കൂളിലേക്ക് വിടാൻ പറ്റും? കൂടെയുള്ള സഹപാഠികൾ ഇതുപോലെ പിള്ളേരെ റാഗ് ചെയ്ത് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരാ ഉത്തരവാദിത്തം പറയുന്നത്? അതേസമയം പരാതി വന്ന ഉടൻ തന്നെ യോഗം ചേർന്ന് പോലീസിന് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരുന്നതായി സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. വിശദമായ അന്വേഷണം നടത്തിയ ശേഷം നടപടിയെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കോട്ടയം.